ഹലോ എവരിവൺ, എല്ലാവർക്കും മലയാളം കറണ്ട് അഫയർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഒപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പോൾ ചർച്ചാ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു അനൗൺസ്മെൻറ്റും കൂടെ അക്കാഡമിയിൽ നിന്നുണ്ട്. അതാണ് നമ്മുടെ UPSC പ്രീ സ്ട്രോമിംഗ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ബാച്ച് October 16 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലിങ്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് 2026 UPSC പ്രിലിംസ് ക്രാക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സർക്രീക്ക് ആണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സർക്രീക്ക് വീണ്ടും മാധ്യമങ്ങളിൽ വന്നത്, എന്താണ് ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നം, ഈ ഒരു പ്രശ്നം കൊണ്ട് രണ്ട് രാജ്യങ്ങൾ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ടാണ്. ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് 2023 അടുത്തിടെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടർക്കി എർത്തുക്വേക്ക് ആണ്. നമുക്കറിയാം ടർക്കിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഒരു മോഡറേറ്റ് എർത്തുക്വേക്ക് ഉണ്ടാവുകയാണ്, ഈ അടുത്തിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ ഒരു മേഖലയിൽ എർത്തുക്വേക്ക് ഉണ്ടാകാനുള്ള കാരണം, ഒപ്പം തന്നെ എർത്തുക്വേക്ക് തുടങ്ങിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെനോബയോളജി ആണ്. സെനോബയോളജി എന്ന് പറയുന്നത് ഇപ്പോൾ സയൻസിൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ എന്താണ് സെനോബയോളജി, ഇതിന്റെ അപ്കമിംഗ് ഡേയ്സിൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമുക്ക് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് INS ആൻഡ്രോത്ത് ആണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ October 6 INS ആൻഡ്രോത്ത് വിശാഖപട്ടണത്തിൽ നിന്നും ഇന്ത്യൻ നേവി കമ്മീഷൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്താണ് INS ആൻഡ്രോത്ത് എന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സർക്രീക്ക് എ മാർഷ്ലാൻഡ് ഓഫ് കണ്ടൻഷൻ. ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ഹിന്ദുവിൽ നിന്നാണ്. നമുക്കറിയാം സർക്രീക്ക് എന്ന് പറയുന്ന ഈ ഒരു മേഖല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. വളരെ കാലമായി തർക്കം നിലനിൽക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് സർക്രീക്ക് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത്, എന്താണ് ഈ ഒരു മേഖലയിലുള്ള പ്രശ്നം, അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ സർക്രീക്കിന് എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ മെയ് ആണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. ആ ഒരു സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ടെൻഷൻ എന്ന് പറയുന്നത് പീക്കിലെത്തിയിരുന്നു. ഈ ഒരു സമയത്ത് ചില റിപ്പോർട്ടുകൾ പറയുന്നത് 300 മുതൽ 400 ഡ്രോണുകൾ വരെ പാകിസ്ഥാൻ ഇന്ത്യൻ എയർ സ്പേസിലേക്ക് അയക്കുകയും, എന്നാൽ നമുക്ക് ഇന്ത്യക്ക് അതിശക്തമായിട്ടുള്ള ഒരു എയർ ഡിഫൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഡ്രോൺ പോലും ഇന്ത്യയിൽ എത്തുകയുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ October 1 രാജ്നാഥ് സിംഗ്, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ്, അദ്ദേഹം ഈ ഒരു റൺ ഓഫ് കച്ച് ഈ ഒരു മേഖലയിലേക്ക് പോവുകയും അവിടെ ദസറ സെലിബ്രേറ്റ് ചെയ്യാൻ, അവിടുത്തെ ആളുകളുമായി ദസറ സെലിബ്രേറ്റ് ചെയ്യാൻ അദ്ദേഹം പോവുകയും ആ ഒരു സമയത്ത് ഈ ഒരു മേഖലയിൽ പാകിസ്ഥാൻ നടത്തി വരുന്ന പലതരത്തിലുള്ള സൈനികമായിട്ടുള്ള ആക്ഷൻസിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് സർക്രീക്ക് വീണ്ടും മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത്. അപ്പോൾ എന്താണ് സർക്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 96 കിലോമീറ്റർ ലോങ് എസ്റ്റുറിയാണ്. എസ്റ്റുറി എന്ന് നമുക്കറിയാം ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറും മീറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മൾ എസ്റ്റുറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റൺ ഓഫ് കച്ചിന്റെയും സിന്ധ് പ്രോവിൻസിന്റെ ഇടയ്ക്കാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആളുകൾ താമസിക്കുന്ന പ്രദേശമോ ഒന്നും തന്നെയല്ല. ഇതൊരു മാർഷി ലാൻഡാണ്, ചതുപ്പ് നിലമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയ്ക്ക് ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഓഫീസറായിട്ടുള്ള സർ ക്രീക്ക്, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയായിട്ടാണ് ഈ ഒരു മേഖലയ്ക്ക് സർ ക്രീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പേര് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നം, നമ്മൾ ആദ്യമേ മാപ്പിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മേഖലയിൽ ബൗണ്ടറി ഫിക്സ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ തർക്കത്തിന്റെ കാരണം അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ചരിത്രം അറിഞ്ഞിരിക്കണം. നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിലവിൽ എന്താണ് രണ്ട് രാജ്യങ്ങളും ക്ലെയിം ചെയ്യുന്നത് എന്ന് നോക്കാം. പാകിസ്ഥാൻ പറയുന്നത് ഈ ഒരു ഗ്രീൻ ലൈൻ ആയിരിക്കണം, അതായത് ഈ ഒരു ഈസ്റ്റേൺ ബാങ്ക് ആയിരിക്കണം ഈ ഒരു മേഖലയിൽ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി എന്നാണ് പാകിസ്ഥാന്റെ വാദം. എന്നാൽ ഇന്ത്യ പറയുന്നത് ഇത് രണ്ടും വേണ്ട, ഈ ഒരു മിഡ് സ്ട്രീം ആയിരിക്കണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളും ഈ ഒരു ക്ലെയിം വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം 1947 വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. ആ ഒരു സമയത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ള 3 പ്രസിഡൻസികൾ ഉണ്ടായിരുന്നു. മദ്രാസ് പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, ബംഗാൾ പ്രസിഡൻസി. ഈ ഒരു ബോംബെ പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു ഈ പറയുന്ന മഹാരാഷ്ട്ര, ഗുജറാത്ത്, സിന്ധ് പോലെയുള്ള വലിയ പ്രവിശ്യകൾ വന്നിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഈ സിന്ധ് ഗവൺമെന്റിനും അതുപോലെ തന്നെ ഗുജറാത്ത് ഗവൺമെന്റിനും, അതായത് കച്ച് ഗവൺമെന്റിനും ഇടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ബൗണ്ടറി ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ബൗണ്ടറി ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1914 ബോംബെ ഗവൺമെന്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രമേയം കൊണ്ടുവരികയും ഇതിൽ ഉള്ള 2 പാരഗ്രാഫുകളാണ് ഇന്നും നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത്. പാരഗ്രാഫ് 9 പ്രകാരം ഈ ഒരു ഈസ്റ്റേൺ ബാങ്ക് അഥവാ ഈ ഗ്രീൻ ലൈൻ ആയിരിക്കണം ഈ ഒരു മേഖലയുടെ ബൗണ്ടറി എന്നും,
അതായത് കച്ചിനും സിന്ധിനും ഇടയിലുള്ള ബൗണ്ടറി ഈ പാരഗ്രാഫ് 9 പ്രകാരം ഈ ഒരു ഗ്രീൻ ലൈൻ ആയിരിക്കണം. ഈ ഒരു ക്ലെയിമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ഇനി മറുവശത്തേക്ക് ഇന്ത്യ വരികയാണെങ്കിൽ നമ്മുടെ ക്ലെയിം എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 മാപ്പും അതുപോലെ തന്നെ താൽബേഗ് തത്വമാണ്. അപ്പോൾ ഈ ഒരു താൽബേഗ് തത്വം ഈ ഒരു പാരഗ്രാഫ് 10 പറഞ്ഞിരിക്കുന്നത്. ഈ താൽബേഗ് തത്വം അനുസരിച്ചുകൊണ്ട് മിഡ് സ്ട്രീം ആയിരിക്കണം ഈ ഒരു രണ്ട് ലാൻഡിനിടയിലുള്ള ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു മേഖലയിലെ തർക്കം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത്. ഈ പാരഗ്രാഫ് 9 പാരഗ്രാഫും 10 തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഈ ഒരു പ്രശ്നം ഇന്ന് പരിഹരിക്കാൻ നമുക്ക് കഴിയാതെ പോയതിന്റെ പ്രധാനമായ ഒരു കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖല ഇന്ത്യ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ടൈഡ് സമയത്ത് ഈ ഒരു മേഖല നമുക്ക് നാവിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ ഈ മിഡ് സ്ട്രീം ആയിരിക്കണമെന്നാണ് ഇന്ത്യ വെക്കുന്ന ഒരു വാദം. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് ഈ ഒരു മേഖല അങ്ങനെ നാവിഗേഷൻ ഒന്നും കഴിയുന്നൊരു സ്ഥലമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഗ്രീൻ ലൈനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് 9ഉം 10ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാരഗ്രാഫ് 9 പ്രകാരം ഈ ഒരു ഗ്രീൻ ലൈൻ ആയിരിക്കണം ബൗണ്ടറി എന്നും, എന്നാൽ പാരഗ്രാഫ് 10 പ്രകാരം താൽബേഗ് തത്വം അനുസരിച്ചുകൊണ്ട് ഈ ഒരു മിഡ് സ്ട്രീം ആയിരിക്കണം ബൗണ്ടറി എന്നും എഫക്റ്റീവ് ആയിട്ടുള്ള ബൗണ്ടറി എന്നും ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൽ രണ്ടിനും ഒരു വ്യക്തതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആഫ്റ്റർ 1947 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ രണ്ട് രാജ്യങ്ങൾക്കും ഈ ഒരു പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങൾ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ ഡിറ്റർമൈൻ ചെയ്യുന്നതിലുള്ള കൺഫ്യൂഷനാണ്. നമുക്കറിയാം 12 നോട്ടിക്കൽ മൈൽ വരെ ഒരു ദേശീയ ജുറിഡിസ്ട്രിക്ഷൻ ആണ്. അതിനുശേഷമാണ് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ വരുന്നത്. ഈ ഒരു എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വികസനത്തിനും ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ ഒരു ഇടത്ത് ഈ ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ ഡിറ്റർമൈൻ ചെയ്യുന്നതിലും വലിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ഷെൽഫാണ്. നമുക്കറിയാം ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത്, പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് പലതരത്തിലുള്ള റിസോഴ്സുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എനർജി എക്സ്പ്ലോറേഷൻ, മറ്റു തരത്തിലുള്ള റിസോഴ്സ് ഒക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ വലിയ തടസ്സം ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ട്. മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഇരു രാജ്യങ്ങളിലെയും ഫിഷിംഗ് കമ്മ്യൂണിറ്റികൾ നേരിടുന്ന പ്രശ്നമാണ്. ഈ ഒരു ഏരിയയിലെ ബൗണ്ടറി മാർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് രാജ്യത്തെയും മത്സ്യത്തൊഴിലാളികൾ പല കാലഘട്ടങ്ങളിലായിട്ട് അറസ്റ്റിലാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ്. നമുക്കറിയാം മുണ്ട്ര അതുപോലെ തന്നെ കണ്ട്ല പോർട്ടുകളൊക്കെ തന്നെ ഗുജറാത്തിന്റെ രണ്ട് പോർട്ടുകളും ഈ ഒരു മേഖലയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലോജിസ്റ്റിക്സിനെയും അത് അഫക്ട് ചെയ്യും. മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കൺസേൺ നമുക്കിപ്പോൾ നിലവിലുള്ളത് നമുക്കറിയാം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ ചൈന നടത്തുന്ന പല മുന്നേറ്റങ്ങളും അതിന്റെ ഭാഗമായിട്ട് മറ്റ് രാജ്യങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എന്താണെന്നുള്ളതും നമ്മൾ ഈ അടുത്തിടെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന മറ്റ് കൺസേൺസ് എന്ന് പറയുന്നത്. ഇനി സെക്യൂരിറ്റി കൺസേൺസിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു മേഖലയുടെ നേച്ചറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇതൊരു ചതുപ്പ് നിലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് തന്നെ സൈനിക മുന്നേറ്റങ്ങളൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് നടത്താൻ സാധിക്കില്ല. എന്നാൽ പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ്. നമുക്കറിയാം ഏതാണ്ട് റിപ്പോർട്ടുകൾ പറയുന്നതിന്റെ 300 മുതൽ 400 ഡ്രോണുകൾ വരെ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ആ ഒരു ടെൻഷൻ പീക്കിലായിരുന്ന സമയത്ത് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ചില കൺസേൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഒരുപക്ഷെ ഇത് തടസ്സപ്പെടുത്തിയേക്കാം. അതല്ലാതെ മറ്റ് കൺസേൺ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വികസനങ്ങളൊക്കെ തന്നെ ഒരു വലിയ പ്രശ്നങ്ങൾ ഈ ഒരു നിലനിൽക്കുന്ന ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അതിനൊത്തിരി തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും വരുന്ന കാലത്ത് ഇതൊരു സെക്യൂരിറ്റി കൺസേൺ മാത്രമായിരിക്കില്ല, മറിച്ച് ഇതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കൺസേൺ കൂടെ ഈ ഒരു ഡിസ്പ്യൂട്ട് കൊണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇനി പാസ്റ്റ് അറ്റംപ്റ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രണ്ട് രാജ്യങ്ങളും പല സമയങ്ങളിലായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ 2007 രണ്ട് രാജ്യങ്ങളും കൂടെ ഒരു ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയിരുന്നു. അതുപോലെ തന്നെ 2007 തന്നെ ഇസ്ലാമാബാദിൽ രണ്ട് രാജ്യങ്ങളും കൂടെ ഒരു മീറ്റിംഗ് നടത്തി. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും പിന്നീട് വലിയ പുരോഗതിയൊന്നും കൈവരിച്ചിരുന്നില്ല. ഇനി 1972 അതായത് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ കഴിഞ്ഞതിന് ശേഷം രണ്ട് രാജ്യങ്ങളും സൈൻ ചെയ്തിട്ടുള്ള ഷിംല അഗ്രിമെന്റ് പ്രകാരം ഇനിയും ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ബൈലാറ്ററലി റിസോൾവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടുവരാതെ, അവരുടെ ഒരു ബിഗ് ബ്രദർ പ്ലേ ഇല്ലാതെ രണ്ട് രാജ്യങ്ങളും തന്നെ ഈ ഒരു പ്രശ്നത്തെ പഠിച്ചുകൊണ്ട് പരിഹരിക്കാനാണ് ഇനി അങ്ങോട്ട്
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഈ ഒരു മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് നടത്തിയിട്ടുള്ള അറ്റംപ്റ്റുകൾ എന്ന് പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും തന്നെ പിന്നീട് വലിയ പുരോഗതി കൈവരിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു പ്രിലിംസ് ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സർക്രീക് റീജിയൻ. Statement 1, Sarkrik lies between the Run of Kutch in Gujarat and Pakistan's Sindh province and serves as a boundary dispute between two countries. Yes, വളരെ ശരിയാണ്. The Talweg principle supported by India defines the boundary along the eastern bank of the creek. താൽവേക് തത്വം അനുസരിച്ചുകൊണ്ട് മിഡ് സ്ട്രീം ആയിരിക്കണം ബൗണ്ടറി എന്ന് പറയുന്നത്, അല്ലെ? അതുകൊണ്ട് ഒരിക്കലും അത് ഈസ്റ്റേൺ ബാങ്ക് അല്ല, അതുകൊണ്ട് അത് തന്നെ ഗ്രീൻ ലൈനും അല്ല. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പാരഗ്രാഫ് 10 താൽവേക് പ്രിൻസിപ്പളിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇന്ത്യ നമ്മുടെ ക്ലെയിമിന് നമ്മൾ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു താൽവേക് തത്വമാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1 only. നോക്കാം. യെസ്, ഇതോടെ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. Rise in cybercrime, most crimes against women in Uttar Pradesh. How to read National Crime Record Bureau's 2023 Crime in India report. ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ദ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നാണ്. നമുക്കറിയാം കഴിഞ്ഞ സെപ്റ്റംബർ 29 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അവരുടെ ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് 2023 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായ കണ്ടെത്തലുകൾ, ഇന്ത്യയിൽ ക്രൈം ഫൈറ്റ് ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് 2023 വരികയാണെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ്. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത്. പബ്ലിഷ് ചെയ്തിരിക്കുന്ന തീയതി സെപ്റ്റംബർ 29, 2025. അപ്പോൾ എന്താണ് ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ക്രൈം ഡേറ്റ കമ്പൈൽ ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള പോളിസി മേക്കിങ്ങും അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള പബ്ലിക് അവയർനെസ്സും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രധാനമായ കണ്ടെത്തലുകൾ, കീ ഫൈൻഡിങ്സിലേക്ക് വരികയാണെങ്കിൽ, അറ്റ് പ്രസന്റ് 2023 ഡേറ്റ പ്രകാരം ക്രൈം റേറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ക്രൈം റേറ്റ് എന്ന് പറയുന്നത് 448.3 പെർ ലാക്ക്. അതായത് 1 ലക്ഷം ആളുകളിൽ 448.3 ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. ഇത് 2022 അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ 2023 മോട്ടോർ വെഹിക്കിൾ ആക്ട് വയലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 2022 ഏതാണ്ട് ഡബിൾ ആണ്. അതായത് 2022 94,450 ആയിരുന്നുവെങ്കിൽ അത് 2023 എത്തിയപ്പോഴത്തേനും 1.92 ലാക്ക് ആയി ഉയർന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് 2.3% അധികമാണ് 2022 അപേക്ഷിച്ച്. 2023 മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് 11.85 ലക്ഷം കേസുകളാണ്. ഇനിയും കൊലപാതകങ്ങളിലേക്ക് വരികയാണെങ്കിൽ 2022 അപേക്ഷിച്ച് 2.8% കൊലപാതക നിരക്കുകൾ ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ കഴിയും 2023 എന്നിട്ട് പോലും 27,791 കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും സൈബർ ക്രൈമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് യഥാർത്ഥമായ ഒരു കൺസേൺ നമുക്കുള്ളത്. ഏതാണ്ട് 2022 അപേക്ഷിച്ച് 31% ഉയർച്ചയാണ് സൈബർ ക്രൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ടോട്ടലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് 86,420 കേസുകളാണ്. അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്, നമ്മൾ 2018 മുതലുള്ള കണക്കുകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായി സൈബർ ക്രൈം ഉയർന്നു വരുന്നതായിട്ട്, കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൈബർ ക്രൈം റേറ്റ് എന്ന് പറയുന്നത് 6.2 പെർ ലാക്ക് ആണ് ഇപ്പോൾ നിലവിൽ. 2022 അപേക്ഷിച്ച് ഏതാണ്ട് 2 പോയിന്റ് കൂടുതലാണ് 2023. പ്രധാനമായിട്ടുള്ള മോട്ടീവുകൾ, സൈബർ ക്രൈമിന്റെ പ്രധാനമായിട്ടുള്ള മോട്ടീവുകൾ എന്ന് പറയുന്നത് പ്രധാനമായും ഫ്രോഡാണ്. ഫ്രോഡ് കോളുകളും തട്ടിപ്പാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ തന്നെ എക്സ്റ്റോർഷൻ, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെയാണ് മറ്റ് മോട്ടീവ്സ്, സൈബർ ക്രൈമിന്റെ പിന്നിലുള്ള മറ്റ് മോട്ടീവ്സ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും പ്രധാനമായും സൈബർ ക്രൈം നടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടോപ്പായിട്ട് നിൽക്കുന്നത് കർണാടക, തെലങ്കാന, പിന്നെ ഉത്തർപ്രദേശ് ആണ്. ഇനിയും ക്രൈംസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾക്ക് എതിരെയുള്ള ക്രൈമുകൾ, അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2022 അപേക്ഷിച്ച് ഏതാണ്ട് 9% മുകളിൽ ഉയർച്ച 2023 റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് 1,77,335 കേസുകളാണ്. അതിൽ കൂടുതലും കിഡ്നാപ്പിംഗ് കേസുകളാണ്. ഏതാണ്ട് 38% കേസുകൾ പോസ്കോ കേസുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ക്രൈംസ് അഗൈൻസ്റ്റ് സ്കെഡ്യൂൾഡ് ട്രൈബ്, അതിലേക്ക് വരികയാണെങ്കിൽ 2022 അപേക്ഷിച്ച് 28.8
പെർസെൻറ്റേജ് ഉയർച്ച നമുക്ക് കാണാൻ കഴിയും. ടോട്ടലായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ 12,960 കേസുകളാണ്. ഏറ്റവും കൂടുതൽ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതായത് സ്കെഡ്യൂൾഡ് ട്രൈബലിനെതിരെയുള്ള ക്രൈമുകൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മണിപ്പൂരിലാണ്. കാരണം ഇപ്പോൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ പ്രശ്നങ്ങളാണ് അതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ ഏതാണ്ട് 2,858 കേസുകൾ, അത് കഴിഞ്ഞാൽ രാജസ്ഥാനിൽ 2,453 കേസുകളാണ് മൊത്തത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ക്രൈംസ് അഗൈൻസ്റ്റ് സ്കെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള ക്രൈമുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 2023 മാത്രം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് 57,789 കേസുകളാണ്. അതിൽ കൂടുതലും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉത്തർപ്രദേശ്, അതിന് പിന്നാലെ രാജസ്ഥാൻ, പിന്നെ മധ്യപ്രദേശ്, അതിനുശേഷം ബീഹാറാണ് വരുന്നത്. ഇനി നമ്മൾ ക്രൈംസ് അഗൈൻസ്റ്റ് വിമനിലേക്ക് വരികയാണെങ്കിൽ 2022 അപേക്ഷിച്ച് ഏതാണ്ട് 0.7% ഉയർച്ച നമുക്ക് കാണാൻ കഴിയും. മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് 4,48,211 കേസുകളാണ് മൊത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, അത് കഴിഞ്ഞാൽ പിന്നീട് മധ്യപ്രദേശാണ്. ക്രൈം റേറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ ക്രൈം റേറ്റ് എടുക്കുകയാണെങ്കിൽ അത് 66.2 പെർ ലാക്കാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ക്രൈമുകളുടെ നേച്ചറുകൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഭർത്താക്കന്മാരിൽ നിന്നും ഒപ്പം തന്നെ ബന്ധുക്കളിൽ നിന്നും നേരിടുന്ന അതിക്രമങ്ങളാണ് ഏതാണ്ട് 29% കേസുകളോളം. പിന്നീട് കിഡ്നാപ്പിംഗ്, അതിനുശേഷം അസാൾട്ട് ടു ഔട്ട്റേജ് മോഡസ്റ്റി, അത് കഴിഞ്ഞാൽ ഏതാണ്ട് 14% പോസ്കോ കേസുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മേജർ ചലഞ്ചസ് ഇൻ ഫൈറ്റിംഗ് ക്രൈം, അതിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായുള്ള ചലഞ്ച്, അതിൽ ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഇഷ്യൂസ് ആണ്. അതായത് പോലീസ് ഷോർട്ടേജുകൾ, പ്രത്യേകിച്ചും വിമൻ സ്റ്റാഫിന്റെ കുറവുകൾ, പലപ്പോഴും ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജെൻഡർ വയലൻസുകളൊക്കെ അഡ്രസ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടുള്ള പരിമിതി സൃഷ്ടിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഓവർ ബേർഡൻഡ് ആയിട്ടുള്ള ജുഡീഷ്യറി, ധാരാളം കേസുകൾ ജുഡീഷ്യറിയിൽ എത്തുന്നതും അതുകൊണ്ട് തന്നെ എല്ലാ കേസുകളും ഒരേ സമയം അല്ലെങ്കിൽ വേഗം പരിഗണിക്കാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നീട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ. നമുക്കറിയാം ഇപ്പോൾ ഉയർന്നു വരുന്ന വലിയൊരു കൺസേൺ, നമ്മൾ ഈ ഡേറ്റ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് സൈബർ ക്രൈം 2022 അപേക്ഷിച്ച് ഏതാണ്ട് 31% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മൾ അത്തരം വിഷയങ്ങളെ കൂടെ നേരിടാൻ പ്രാപ്തിയുള്ളതായിരിക്കണം നമ്മുടെ നിയമ സംവിധാനം. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം എമർജിംഗ് കൺസേൺസിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എമർജിംഗ് ക്രൈംസ്, ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈബർ ക്രൈം, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമുകൾ, ടെററിസം, റാഡിക്കലൈസേഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ധാരാളം കൺഫ്യൂഷൻസ് ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനത്തിൽ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിനുള്ള ഒരു പെട്ടെന്നൊരു ഉത്തരം, ഒരു സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ തരത്തിലുള്ള ഒരു ഉത്തരം നമുക്കില്ല. അപ്പോൾ അത് പലപ്പോഴും നിയമ നടപടികൾ എടുക്കുന്നതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അടുത്തായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് കൂടുന്നതിനുള്ള ഒരു കാരണമായി മാറാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം, അസമത്വം, അതുപോലെ തന്നെ ജാതിപരമായും വംശപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അർബൻ സ്ട്രെസ്, അതായത് നഗരമേഖലകളിൽ കണ്ടുവരുന്ന തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, ഇതൊക്കെ തന്നെ ആളുകളെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ ഗ്യാപ്പ്, അതായത് അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് കേസസ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ 2023 ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളെ കുറിച്ച് മാത്രമാണ്. എന്നാൽ അതേസമയം തന്നെ റെക്കോർഡ് ചെയ്യാതെ പോയിട്ടുള്ള കേസുകൾ അനവധി ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഡേറ്റ കളക്ഷനിൽ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡേറ്റ കളക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന മെത്തഡോളജി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മറ്റൊരു വലിയ പ്രശ്നമാണ്. അതായത് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ നിർമ്മിക്കുന്നതിന് തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി അഥവാ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഓഫൻസ് റൂൾ ആണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഷണ ശ്രമത്തിനിടയിൽ ഒരു കൊലപാതകം നടക്കുന്നു. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ കൊലപാതകത്തെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, മോഷണ ശ്രമം പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ഡേറ്റ കളക്ഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഉള്ള പരിമിതികൾ സൃഷ്ടിക്കും. ഇനിയും എന്തൊക്കെ മെഷേഴ്സ് ആണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇത്തരം ചലഞ്ചുകൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതിൽ ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് നിയമ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്. 2023-2024 കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പഴയ IPC, CRPC, എവിഡൻസ് ആക്ട് പോലെയുള്ള നിയമ സംവിധാനങ്ങളെ മാറ്റി ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി ബിൽ തുടങ്ങിയിട്ടുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അതിൽ കൂടുതലും ആധുനികമായിട്ട് നമ്മളിപ്പോൾ നിലവിൽ നേരിടുന്ന പല പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. ഇപ്പോൾ തന്നെ IPC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1860 IPC ഫ്രെയിംവർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1878
രണ്ടിലാണ് എവിഡൻസ് ആക്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിലൊക്കെ തന്നെ ഇപ്പോൾ അതും 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിനുള്ള പരിമിതികൾ ഇത്തരം നിയമ സംവിധാനത്തിലുണ്ട്. അപ്പോൾ അതിനെ പരിഗണിക്കാനാണ് 2023-24 കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഇനി അടുത്തായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം PMLA, അതുപോലെ തന്നെ പ്രിവെൻഷൻ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ PMLA എന്ന് പറയുമ്പോൾ കള്ളപ്പണം പിടിക്കാനുള്ള പ്രൊവിഷൻസ് നമുക്ക് ഉണ്ട്. നമുക്കറിയാം കള്ളപ്പണമാണ് കൂടുതലായും ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UAP എന്ന് പറയുമ്പോൾ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതായത് തീവ്രവാദ സ്വഭാവമുള്ള സന്ദേശങ്ങൾ അയക്കുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിന് ത്രെട്ടൺ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഏർപ്പെടുന്ന ആളുകളെയൊക്കെ തന്നെ ഇത് ചുമത്തി അറസ്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ അറ്റ് ദ സെയിം ടൈം പലപ്പോഴും ഇത് മനുഷ്യന്റെ അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലും ഗവൺമെന്റുകൾ മാറി വരുന്ന പല ഗവൺമെന്റുകൾ ഇതിനെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു സംവിധാനമാണ് പോസ്കോ ആക്ട് 2012. അപ്പോൾ ഇത് നമുക്ക് കുട്ടികളെ ഹറാസ്മെന്റിൽ നിന്നും സംരക്ഷിക്കാനുള്ള നിയമമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു ആക്ടാണ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. അപ്പോൾ ഈ രണ്ട് ആക്ടിന്റെ പ്രൊവിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അതിശക്തമായ കഠിനമായിട്ടുള്ള ജീവപര്യന്തം മുതൽ തൂക്ക് ശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുള്ള പ്രൊവിഷൻസ് ഈ രണ്ട് നിയമങ്ങളിലുണ്ട്. അത് നേച്ചർ ഓഫ് ക്രൈമിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരു SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്കെതിരെ ഒരു തെളിവ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെളിവ് അത്തരം ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവ് കാരണം ആ മനുഷ്യൻ ജയിലിൽ കഴിയേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ തെളിവ് ഫാബ്രിക്കേറ്റ് ചെയ്ത ആളെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള പ്രൊവിഷൻസ് പോലും ഈ ഒരു SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിലുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ശക്തമായിട്ടുള്ള രണ്ട് നിയമങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് പോസ്കോ, മറ്റൊന്ന് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഇനി സൈബർ ക്രൈമിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം സൈബർ ക്രൈം 2022 അപേക്ഷിച്ച് ഏതാണ്ട് 31% വർധനവ് നമുക്ക് സൈബർ ക്രൈമിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് 2018 ഗവൺമെന്റ് രൂപീകരിച്ചാണ് സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. ഇത് വർക്ക് ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. ഇത് കൂടുതലും സൈബർ ഫോറൻസിക് അതുപോലെ തന്നെ ട്രെയിനിങ് ഇൻവെസ്റ്റിഗേഷനിലൊക്കെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്തായി നമുക്കുള്ളതാണ് നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ. അപ്പോൾ സിറ്റിസൺസിന് ഇനിയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കുന്നതിന് പകരം അവർക്ക് ഈ പോർട്ടലിലൂടെ തന്നെ അവർ നേരിട്ടിട്ടുള്ള സൈബർ ക്രൈമുകൾക്കെതിരെ പരാതി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കുള്ള മറ്റൊരു ഫെസിലിറ്റിയാണ് സൈബർ സ്വച്ഛത കേന്ദ്ര എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പലതരത്തിലും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം പോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബോട്ടുകളും അതുപോലെ തന്നെ മാൽവെയർസ് ഒക്കെ തന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു. അതുപോലെ തന്നെ ഇനിയും സ്ത്രീകളുടെ സുരക്ഷയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് ഉണ്ട്. കൂടുതലും വിമൻ സർവൈവേഴ്സിന് മെഡിക്കൽ, ലീഗൽ, സൈക്കോളജിക്കൽ സപ്പോർട്ട് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് നിർഭയ ഫണ്ടാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പബ്ലിക്കിലും ഒക്കെയുള്ള പാനിക് ബട്ടൺസും സ്ത്രീകളെ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഒരു സംവിധാനം എന്ന് പറയുന്നത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. അതുപോലെ തന്നെ പോസ്കോ ബോക്സ് സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ ഇത് കുട്ടികളെ ഹറാസ്മെന്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് സഹായിക്കും. അപ്പോൾ നമുക്കറിയാം വളരെ റീസെന്റ് ആയിട്ട് കേരളത്തിൽ നടന്നൊരു സംഭവം. ഒരു കുട്ടി വീട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, മാതാപിതാക്കളിൽ നിന്നും നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു കഥയായി സ്കൂളിൽ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ സ്കൂൾ അതോറിറ്റീസ് അതിനെ പരിഗണിക്കുകയും ഉടനെ തന്നെ അതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരം നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും ഇത്തരം സംവിധാനങ്ങളിലൂടെ. ഇനി അടുത്ത ഫോറൻസിക് ആൻഡ് ടെക്നോളജിക്കൽ പുഷ്, അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒപ്പം തന്നെ അവരുടെ റീജിയണൽ ലാബുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസിന് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പുതിയ ടെക്നോളജികളൊക്കെ പരീക്ഷിക്കാൻ പറ്റും, ഒക്കെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന പുതിയ നിയമങ്ങൾ പ്രകാരം, പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം ഹീനിയസ് ക്രൈംസ് ആയിട്ടുള്ള ക്രൂരമായിട്ടുള്ള ക്രൈമുകളിലൊക്കെ തന്നെ കമ്പൽസറി ആയിട്ട് ഫോറൻസിക് പരിശോധന നടത്തിയ മതിയാകും. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകളുണ്ട്. കൂടുതലായും സെക്ഷൽ ഒഫൻസുകളിലൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നീതി കൊടുക്കാനുള്ള സംവിധാനമാണ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ എന്ന് പറയുന്നത്. ഇനിയും അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇന്റർസ്റ്റേറ്റ് ഇന്റർനാഷണൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എന്ന് പറയുന്നത്. അവർ നാഷണൽ റെപ്പോസിറ്ററി ആയിട്ട്, അതായത് ക്രൈം ഡേറ്റ റെപ്പോസിറ്ററി ആയിട്ട് ആക്ട് ചെയ്യും. ധാരാളം ഇന്ത്യയിലെ സാമൂഹ്യ സുരക്ഷിതത്വവും അതുപോലെ തന്നെ ക്രൈമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം റിപ്പോർട്ടുകളും ഡേറ്റകളും അവർ പബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കൂടുതലും പോളിസി മേക്കിങ്ങിനും ബെറ്റർ ആയിട്ട് ലോ എൻഫോഴ്സ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന
ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇന്റർപോൾ കോർഡിനേഷൻ. നമുക്കറിയാം ട്രാൻസ്നാഷണൽ ക്രൈമുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് CBI പലപ്പോഴും ഇന്റർപോളിന്റെ കൂടെ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് അതർ കൺട്രീസ് ഫോർ എക്സ്ട്രഡിഷൻ ആൻഡ് സൈബർ കോപ്പറേഷൻ. നമുക്കറിയാം വളരെ റീസെന്റ് ആയിട്ട് തഹബൂർ റാണ 2008 മുംബൈ ഭീകരാക്രമണത്തിലെ ഒരു സൂത്രധാരനായിരുന്നു തഹബൂർ റാണ. അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ അമേരിക്കയുമായിട്ടുള്ള മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്രധാനമായ ഒരു പങ്കുണ്ട്. അപ്പോൾ അത്തരം നീക്കങ്ങളും പലപ്പോഴും രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇനിയും നമുക്കൊരു മെയിൻസ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോസ് ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് 2023 ഷോസ് എ ഡിക്ലൈൻ ഇൻ മർഡർ കേസസ് ബട്ട് എ ഷാർപ്പ് റൈസ് ഇൻ cyber and crimes against vulnerable groups. Discuss the key challenges in crime control and evaluate the measures taken by the government to strengthen India's criminal justice system. സോ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുക. പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ അത് പിൻ ചെയ്യുക. ഞങ്ങളത് കണ്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇതോടെ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് നീങ്ങാം. എർത്ത്ക്വേക്ക് വിത്ത് പ്രിലിമിനറി 5 മാഗ്നിറ്റ്യൂഡ് ഷേക്സ് ഇസ്താൻബുൾ കോസിംഗ് പാനിക്. ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ഹിന്ദുവിൽ നിന്നാണ്. നമുക്കറിയാം ഈ അടുത്തിടെ ഇസ്താൻബുളിൽ അതിശക്തമായ ഒരു ഭൂചലനം ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഭൂചലനം, എന്തുകൊണ്ടാണ് ടർക്കിയിൽ ഭൂചലനം ഉണ്ടാവുന്നത് തുടങ്ങിയ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ എർത്ത്ക്വേക്ക് അഥവാ ഭൂചലനം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു പ്രതിഭാസം? നമുക്കറിയാം വയലന്റ് ആയിട്ട് ഗ്രൗണ്ട് ഷേക്ക് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സംഗതികളും പെട്ടെന്ന് കുലുങ്ങുന്നതായും ബിൽഡിങ്ങുകൾ താഴെ വീഴുന്നതായും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത്? അതിന് കാരണമെന്ന് പറയുന്നത് റിലീസ് ഓഫ് അക്യുമുലേറ്റഡ് സ്ട്രെസ് ഓഫ് എ മൂവിംഗ് ലിത്തോസ്ഫെറിക് ഓർ ക്രസ്റ്റൽ പ്ലേറ്റ്. അതായത് ക്രസ്റ്റൽ പ്ലേറ്റിൽ ഉണ്ടാവുന്ന നിലനിൽക്കുന്ന ഊർജം പുറത്തുവിടുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, എർത്ത്ക്വേക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കൺവെർജിങ് പ്ലേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ഒരു കൺവെർജിങ് പ്ലേറ്റ് അല്ലെ. അപ്പോൾ ഈ കൺവെർജിങ് പ്ലേറ്റിൽ 2 പ്ലേറ്റുകൾ കൂട്ടിമുട്ടുകയും ഈ 2 പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിമുട്ടി ഒന്നിനെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള പ്രവണത 2 പ്ലേറ്റുകൾക്കിടയിലുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് നടക്കില്ല. കാരണം ഇതിന്റെ ഈ 2 പ്ലേറ്റുകളുടെയും ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ട്. ഈ ഫ്രിക്ഷൻ കാരണം ഈ പ്ലേറ്റുകൾക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്തുകൊണ്ട് പ്ലേറ്റുകൾ പരസ്പരം മുട്ടി ഓവർകം ചെയ്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് അത്രയും നാളും അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന വലിയ ഊർജ്ജം പുറത്തുവിടുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ എർത്ത്ക്വേക്ക് ആയിട്ട് നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ പുറത്തുവിട്ട ഊർജ്ജത്തെ നമ്മൾ മാഗ്നിറ്റ്യൂഡിലാണ് അളക്കുന്നത്. അത് അളക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് റിച്ചർ സ്കെയിലാണ്. ഇനിയും എർത്ത്ക്വേക്കിന്റെ ചില പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകളിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ആ ഊർജ്ജം പുറത്തുവിട്ട മേഖല, ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് എർത്ത്ക്വേക്ക് രൂപം കൊള്ളുന്നത്. ദ ഒറിജിൻ പോയിന്റ് ഓഫ് ദി എർത്ത്ക്വേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഈ ഫോക്കസിന് തൊട്ട് മുകളിലായി, ഇതിന് എക്സാക്ട്ലി മുകളിലായി കിടക്കുന്ന പ്രദേശത്തെയാണ് നമുക്ക് എപ്പി സെന്റർ എന്ന് വിളിക്കുന്നത്. അതായത് എർത്ത്ക്വേക്കിന്റെ ഭൂചലനത്തിന്റെ ആദ്യത്തെ ട്രെമറുകൾ എത്തുന്നത് ഈ ഒരു എപ്പി സെന്ററിലായിരിക്കും. ഒരു എർത്ത്ക്വേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ 2 തരത്തിലുള്ള വേവ്സ് ആണ് പുറത്തു വരുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി വേവ്, മറ്റൊന്ന് സർഫേസ് വേവ്. ഈ ബോഡി വേവുകളെ നമുക്ക് വീണ്ടും 2ആയി തരംതിരിക്കാം. പി വേവ്, എസ് വേവ്. പ്രൈമറി വേവ് അഥവാ സെക്കൻഡറി വേവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രൈമറി വേവിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി വേവിനെ അപേക്ഷിച്ച് പ്രൈമറി വേവ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ്. ഒപ്പം തന്നെ സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് ആയിട്ടുള്ള പദാർത്ഥങ്ങളിലൂടെ പ്രൈമറി വേവിന് സഞ്ചരിക്കാൻ സാധിക്കും. ഇനി സെക്കൻഡറി വേവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രൈമറി വേവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡറി വേവിന് വേഗത വളരെ കുറവാണ്. ഒപ്പം തന്നെ സെക്കൻഡറി വേവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് സോളിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 വേവുകളും സർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സർഫേസ് വേവ് രൂപം കൊള്ളുകയും ഇത് വയലന്റ് ആയിട്ടുള്ള ഒരു വേവാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു വേവാണ് സർഫേസ് വേവ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ടർക്കിയിൽ എപ്പോഴും ഭൂചലനം ഉണ്ടാകുന്നത്? നമുക്കറിയാം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ടർക്കിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഭൂചലനം സംഭവിച്ചതേ ഉള്ളൂ. നമുക്ക് 2023 ടർക്കിയിലും അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ സിറിയയിലും ഉണ്ടായ ഭൂചലനത്തിൽ ഏതാണ്ട് 60,000 മുകളിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ടർക്കിയിലും ഈ ഒരു പ്രദേശത്തായിട്ട് എപ്പോഴും ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു വരുന്നത്? അതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ടർക്കിയുടെ ടെക്ടോണിക് ലൊക്കേഷനാണ്. അപ്പോൾ നമുക്കറിയാം ടർക്കി എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് അനറ്റോളിയൻ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു മൈക്രോ പ്ലേറ്റിലാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഏതാനും പ്ലേറ്റുകളുണ്ട്. വടക്കായിട്ട് യുറേഷ്യൻ പ്ലേറ്റ് ഉണ്ട്, അതിന്റെ തെക്കൻ ഭാഗത്തായിട്ട് അറേബ്യൻ പ്ലേറ്റ് ഉണ്ട്, തെക്ക് കിഴക്കൻ ഭാഗത്തായിട്ട് തെക്കൻ ഭാഗത്തായിട്ട് ആഫ്രിക്കൻ പ്ലേറ്റ് ഉണ്ട്, തെക്ക് കിഴക്കൻ ഭാഗത്തായിട്ട് അറേബ്യൻ പ്ലേറ്റ് ഉണ്ട്. ഇതിൽ യുറേഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വലിയൊരു പ്ലേറ്റ് ആണ്. അത് വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ തെക്കുള്ള ആഫ്രിക്കൻ പ്ലേറ്റിനും തെക്ക് കിഴക്കൻ മേഖലയിലുള്ള അറേബ്യൻ പ്ലേറ്റിനും ഈ മുകളിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രവണതയുണ്ട്. ഈ ഒരു മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള ടെക്ടോണിക് സ്ട്രെസ് ഉണ്ടാവുകയും അത് പലപ്പോഴായി റിലീസ് ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മേഖലയിൽ ഭൂചലനം അനുഭവപ്പെട്ടു വരുന്നത്. നമുക്കിനി ഈ മാപ്പിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാം
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഫ്രിക്കൻ പ്ലേറ്റ് ആണ്, ഇവിടെ അറേബ്യൻ പ്ലേറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് പ്ലേറ്റിനും എങ്ങോട്ടേക്ക് നീങ്ങാനുള്ള പ്രവണതയുണ്ട്, മുകളിലേക്ക് നീങ്ങാനുള്ള പ്രവണതയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രദേശത്ത് എപ്പോഴും എന്തുണ്ട്, ഒരു ഇമ്മൻസ് ആയിട്ടുള്ള ടെക്ടോണിക് സ്ട്രെസ് ഉണ്ട്. അത് പലപ്പോഴും റിലീസ് ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഭൂചലനം അനുഭവപ്പെട്ടു വരുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം ടർക്കിയിലൂടെ രണ്ട് ഫോൾട്ടുകളാണ് റൺ ചെയ്യുന്നത്. രണ്ട് പ്രധാനമായിട്ടുള്ള ഫോൾട്ടുകൾ റൺ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് അനറ്റോളിയൻ പ്ലേറ്റ് ആണ്, മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് അനറ്റോളിയൻ പ്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2023 ഭൂചലനം സംഭവിക്കുന്നത് ഈസ്റ്റ് അനറ്റോളിയൻ പ്ലേറ്റിലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്താൻബുൾ അടങ്ങുന്ന ഈ ഒരു പ്രദേശമെല്ലാം തന്നെ നോർത്ത് അനറ്റോളിയൻ ഫോൾട്ടിന്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ടർക്കിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളെല്ലാം തന്നെ ഭൂചലനം അനുഭവപ്പെടുകയുണ്ടായി. അതിനും കാരണമായിട്ടുള്ളത് ഈ നോർത്ത് അനറ്റോളിയൻ പ്ലേറ്റ് ആണ്. പിന്നെ ഈ നോർത്ത് അനറ്റോളിയൻ പ്ലേറ്റിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഹെവി കൺസ്ട്രക്ഷൻസ് കൂടുതലും ഈ മേഖലയെ വീണ്ടും സെസ്മിക് ആക്ടിവിറ്റീസിന് വൾണറബിൾ ആക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ടർക്കിയിൽ ഭൂചലനം ഉണ്ടാവുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ എന്തൊക്കെയാണ് ഭൂചലനം എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു UPSC PYQ 2023 ചോദിച്ച ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, ഇൻ എ സെസിമോഗ്രാഫ് P waves are recorded earlier than S waves. Statement 2, in P waves the individual particles vibrate to and fro in the direction of wave propagation, whereas in S waves the particles vibrate up and down at right angles to the direction of വേവ് പ്രൊപ്പഗേഷൻ. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, എസ് വേവിനെ അപേക്ഷിച്ച് പി വേവിന് വേഗത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ആദ്യമേ ഗ്രൗണ്ടിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സെസിമോഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് നമുക്ക് വരികയാണെങ്കിൽ, നമുക്കറിയാം എസ് വേവ് എന്ന് പറയുന്നത് വളരെ വേഗതയേറിയ വേവാണ്. പി വേവ് എന്ന് പറയുന്നത് വളരെ വേഗതയേറിയാണ്. ഒപ്പം തന്നെ ഇതിന് എന്തുണ്ട്, പദാർത്ഥങ്ങളെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടം വരെ കറക്റ്റ് ആണ്. ഇനി എസ് വേവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, എസ് വേവ് ഇങ്ങനെ പോകുന്ന സമയത്ത് പദാർത്ഥങ്ങളെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാനുള്ള പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗവും സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് ആണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 1ഉം വളരെ കറക്റ്റ് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. സോ ഇതോടെ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് നീങ്ങാം. വാട്ട് ഈസ് സെനോബയോളജി? ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ഹിന്ദുവിൽ നിന്നാണ്. നമുക്കറിയാം സെനോ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴായി ഉപയോഗിക്കുന്നത് ഏലിയൻ ലൈഫിനെയോ അല്ലെങ്കിൽ ഒരു ഏലിയൻ ഒബ്ജക്റ്റിനെയൊക്കെ സൂചിപ്പിക്കാനാണ്. ബയോളജി എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം ജീവനെ കുറിച്ചുള്ള പഠനം. അപ്പോൾ എന്താണ് സെനോബയോളജി? നമുക്ക് കൂടുതലായി അറിയാം. അപ്പോൾ സെനോബയോളജി എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം ദ സ്റ്റഡി ഓഫ് ഏലിയൻ ലൈഫ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഇത് ശാസ്ത്രമേഖലയിൽ ഇപ്പോൾ അതിശക്തമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഭൂമിയിൽ നിലനിൽക്കുന്ന ജീവ സംവിധാനത്തെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ള ജീവ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജീവന് നിലനിൽക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഒരു ഫീൽഡ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒത്തിരി സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ, കുരങ്ങനും മനുഷ്യനും തമ്മിലുള്ള സിമിലാരിറ്റി, ചിമ്പാൻസി മനുഷ്യനും തമ്മിലുള്ള സിമിലാരിറ്റിയെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പ്രൈമേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മറ്റ് ജീവനെ എടുത്തു നോക്കിയാലും മനുഷ്യനുമായി ഏറെക്കുറെ ഒത്തിരി സാമ്യങ്ങൾ കാണാൻ കഴിയും. ഇനിയും അതല്ല, മമാലിയ എന്ന് പറയുന്ന ഓർഡറിലേക്ക് വരികയാണെങ്കിൽ, ഇതിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. ഉദാഹരണമായി RBC ബ്ലഡിലുള്ളത്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതുപോലെയുള്ള സിസ്റ്റംസ് ഉള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായി അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഇത്തരം സിമിലാരിറ്റീസ് കണ്ടെത്താൻ സാധിക്കും. ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് വളരെ കാലം നീണ്ടു നിന്ന പരിണാമ ഫലത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് സിസ്റ്റം, ജീവ സംവിധാനം എന്ന് പറയുന്നത്. ഇനിയും എന്താണ് ബയോളജിയും സെനോബയോളജിയും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം? സെനോബയോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഏലിയൻ ലൈഫ്. അതേസമയം ബയോളജി എന്ന് പറയുമ്പോൾ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ജൈവ പഠനമാണ്. RNA, DNA, പ്രോട്ടീൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൂടെ ജീവനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു മേഖലയാണ് ബയോളജി എന്ന് പറയുന്നത്. എന്നാൽ ഈ സെനോബയോളജിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ആൾട്ടർനേറ്റീവ് ജെനറ്റിക് കോഡ്. നമുക്കറിയാം അഡനൈൻ, തൈമൈൻ, സൈറ്റോസൈൻ, ഗുവനൈൻ, ഈ 4 ബേസുകളാണ് നമ്മുടെ DNA-യിലുള്ളത്. എന്നാൽ സെനോബയോളജി ഇത്തരം ബേസുകളെ ആൾട്ടർ ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരു ബേസ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരു ബേസിനെ കുറയ്ക്കാനോ ഒക്കെ തന്നെ സെനോബയോളജി ശ്രമിക്കും. അതുപോലെ തന്നെ സെനോബയോളജിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞ പോലെ അൺയൂഷ്വൽ കെമിക്കൽ ബോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവനെ നിലനിർത്താൻ സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള പഠനങ്ങളും സെനോബയോളജി നടത്തും. ഇനിയും ഇതിന്റെ പ്രാക്ടിക്കൽ ആൻഡ് എത്തിക്കൽ വാല്യൂസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെനോബയോളജിക്ക് ഇനിയും വരുന്ന സമയത്ത് ഒരു പക്ഷേ കൂടുതൽ പ്രയോജനങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സെനോബയോളജി പരീക്ഷണങ്ങളിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് പലതും ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ഓയിൽ സ്പില്ല്,
കടലിൽ ഓയിൽ സ്പില്ലൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ചില പ്രത്യേക ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് ആ ഓയിലിനെ മാത്രം വലിച്ചെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരം ചില ആപ്ലിക്കേഷൻസ് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ സെനോബയോളജി കൊണ്ടുണ്ടാകും. ഇനിയും ഇത് സെനോബയോളജിയുടെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിസംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ജീവനായാലും അത് ലബോറട്ടറിയിൽ മാത്രമേ, ഇല്ലെങ്കിൽ അതിനൊരു കൺട്രോൾഡ് എൻവിറോൺമെന്റിൽ മാത്രമേ അതിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അതിന് സ്വതന്ത്രമായി നമ്മുടെ പരിസ്ഥിതിയിൽ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്താണ് സെനോബയോളജി എന്നും സെനോബയോളജി കൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് എന്താണെന്നും അതിൻ്റെ പ്രാക്ടിക്കലും എത്തിക്കൽ വാല്യൂസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിത്ത് റെഫറൻസ് ടു സെനോബയോളജി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, സെനോബയോളജി ഡീൽസ് വിത്ത് ദ ലൈഫ് ഫോംസ് ദാറ്റ് യൂസ് ആൾട്ടർനേറ്റീവ് ബയോളജിക്കൽ സിസ്റ്റം ഡിഫറെന്റ് ഫ്രം ദോസ് ഫൗണ്ട് ഓൺ എർത്ത്. യെസ്, ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. ഭൂമിയിൽ നിലനിൽക്കുന്ന ജീവ സംവിധാനത്തെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു ജീവ സംവിധാനത്തിലൂടെ ജീവന് നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സെനോബയോളജി പഠിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് എക്സ്പെരിമെന്റ്സ് സച്ച് ആസ് ക്രിയേറ്റിംഗ് ബാക്ടീരിയ വിത്ത് അഡീഷണൽ DNA ബേസ് പെയർസ് ബിയോണ്ട് ദ നാച്ചുറൽ ATC and G. യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു 4 ബേസുകൾ അല്ലാതെ പുതിയതായിട്ട് ബേസുകൾ ഉണ്ടാക്കാൻ ആഡ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ആൾട്ടറേഷൻ കൊണ്ടുവരാൻ കഴിയുമോ, ഇതൊക്കെയാണ് സെനോബയോളജിയുടെ എക്സ്പെരിമെന്റ്സിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഓർഗാനിസംസ് ഡെവലപ്ഡ് ത്രൂ സെനോബയോളജി ക്യാൻ ഫ്രീലി സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് ഇൻ നാച്ചുറൽ എൻവിറോൺമെന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവർ ലബോറട്ടറി ഇല്ലെങ്കിൽ ആ ഒരു ബയോളജിക്കൽ കൺട്രോൾഡ് ആയിട്ടുള്ള എൻവിറോൺമെന്റിൽ മാത്രമേ ഈ ഒരു സെനോബയോളജിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഓർഗാനിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് വളരെ കുറവാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും സെനോബയോളജി എക്സ്പെരിമെന്റിലൂടെ വരുന്ന ഒരു ജീവന് ഇതുവരെയുള്ള പഠനത്തിൽ അതിന് നമ്മുടെ പരിസ്ഥിതിയിൽ സ്വതന്ത്രമായി നടക്കാൻ സാധിക്കില്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ A 1 and 2 ഓൺലിയാണ്. യെസ്, ഇതോടെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ നേവി സെറ്റ് ടു കമ്മീഷൻ ആൻഡ്രോത്ത് എ സ്റ്റഡി മാർച്ച് വിത്ത് ന്യൂ ഇൻഡിജീനിയസ് ഇൻഡക്ഷൻസ്. ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നാണ്. റിപ്പോർട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആയിട്ടുള്ള INS ആൻഡ്രോത്തിനെ ഈ കഴിഞ്ഞ ഒക്ടോബർ 6 കമ്മീഷൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്താണ് ഈ ഒരു ആൻഡ്രോത്തിന്റെ പ്രത്യേകതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, INS ആൻഡ്രോത്ത് ഇന്ത്യയുടെ രണ്ടാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഏതാണ് ഒന്നാമത്തത്? അത് INS അർണാലയാണ്. അപ്പോൾ INS അർണാലയം ഈ കഴിഞ്ഞ ജൂൺ മാസമാണ് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു INS ആൻഡ്രോത്ത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ 6 വിശാഖപട്ടണം ഡോക്യാർഡിൽ നിന്നാണ് ഈ ഒരു കപ്പലിനെ നമ്മൾ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് 80% ഈ ഷിപ്പിന്റെ കണ്ടന്റും ഇൻഡിജീനിയസ്ലി മാനുഫാക്ചേർഡ് ആണ്. അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് കൊൽക്കത്തയിലുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഈ ഒരു INS ആൻഡ്രോത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ഇപ്പോഴും അതിശക്തമായി സെൽഫ് റിലയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനിയും INS ആൻഡ്രോത്തിന്റെ ആന്റി സബ്മറൈൻ വാർഫെയർ ക്യാപ്പബിലിറ്റീസിലേക്ക് വരികയാണെങ്കിൽ, ഡെഫിനറ്റ്ലി ഇത് ലിറ്ററൽ വാട്ടേഴ്സിൽ നമുക്ക് നമ്മുടെ സൂപ്പർവിഷൻ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ നേവിയുടെ ഫോഴ്സിനെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഇന്ത്യ ഇപ്പോഴും ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇന്നോവേഷനും അതുപോലെ തന്നെ ക്യാപ്പബിലിറ്റി എൻഹാൻസ്മെന്റിനും പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് INS ആൻഡ്രോത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ ഡിഫൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, കോസ്റ്റൽ ആയിട്ടുള്ള മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടുന്നുണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ്സ്, പലപ്പോഴും പൈറസി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനും INS ആൻഡ്രോത്തിലൂടെ സാധിക്കും. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് മാരിടൈം സെക്യൂരിറ്റി ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ടു ദ റീജിയണൽ സ്റ്റെബിലിറ്റി. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബൽ സൗത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലും അതുപോലെ തന്നെ പസഫിക് മേഖലയിലും ഒക്കെ തന്നെ റൂൾ ഓഫ് ലോയും അതുപോലെ തന്നെ ഓർഡറും ഒക്കെ തന്നെ കൊണ്ടുവരുന്നതിൽ ഇന്ത്യ വലിയ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്തരം ഒരു എൻഹാൻസ്മെന്റ് ഇത്തരം ഒബ്ജക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യും. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മൾട്ടി റോൾ ക്യാപ്പബിലിറ്റി, അതുപോലെ തന്നെ ഫോഴ്സ് മൾട്ടിപ്ലെയർ ഫോർ ദ നേവി.
അത് നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിഫൻസിന് മാത്രമോ ഇല്ലെങ്കിൽ ഈ ഒരു മേഖലയെ നിരീക്ഷിക്കുന്നതിന് മാത്രമല്ല, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും പലതരത്തിലുള്ള എമർജൻസി റെസ്പോൺസിനുമൊക്കെ തന്നെ നമുക്ക് INS ആൻഡ്രോത്തിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനിയും നമ്മുടെ ഇന്ത്യൻ നേവിക്ക് അതൊരു മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞാൻ ഏതാണ്ട് 80% ഈ ഷിപ്പിന്റെ കണ്ടന്റും ഇൻഡിജീനിയസ്ലി മാനുഫാക്ചേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന സമയത്തും ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിങ്ങിനെ ഈ ഒരു വികസനം എൻകറേജ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് INS ആൻഡ്രോത്തിന്റെ പ്രധാനമായിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രിലിംസ് പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന INS ആൻഡ്രോത്ത് റീസെന്റ് സീൻ ഇൻ ദ ന്യൂസ് ഈസ് ആൻ എയർക്രാഫ്റ്റ് കാരിയർ ബിൽറ്റ് അണ്ടർ മേക്കിംഗ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്. ഓപ്ഷൻ ബി, an anti-submarine warfare shallow water craft of the Indian Navy. Option C, a nuclear powered attack submarine. And option D, an offshore patrol vessel of the Indian Coast Guard. So നമ്മുടെ ഡിസ്കഷനിൽ നിന്ന് നമുക്കറിയാം, ഇറ്റ് ഈസ് ദി സെക്കൻഡ് ഇന്ത്യസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് INS ആൻഡ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഡിസ്കഷന്റെ കൺക്ലൂഷനിലേക്ക് എത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ പരിഗണിക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.